ഞാൻ പുഴുക്കൽ അരിയെ കൊണ്ടുള്ള കൊഴുക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുള്ള മുളക് ചമ്മന്തി, മുളക്, ഉള്ളി, പാകത്തിന് ഉപ്പ് അരച്ച് അതിൽ കുറച്ച് അവസാനം വെളിച്ചെണ്ണ ഒഴിക്കണം, പച്ച വെളിച്ചെണ്ണ. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. Let's make rice dumplings. ഞാനിപ്പോ കൊഴുക്കട്ട ഉണ്ടാക്കാൻ പോകണം അരിയെ കൊണ്ട്. അപ്പോ അതിനുള്ള സാധനങ്ങള്: അരി, ചോറിന്റെ അരിയാണ് എടുത്തിരിക്കുന്നത്, 2 ഗ്ലാസ് അരി. പിന്നെ വറുക്കാനുള്ള വെള്ളത്തിലിട്ട് 1 മണിക്കൂർ കുതിർത്തി വാരി വെക്കണം. 2 ഗ്ലാസ് അരി കുതിർത്തത്. അതിന് വേണ്ട സാധനങ്ങള് ഉപ്മാവ് ഉണ്ടാക്കണ മാതിരി തന്നെയാണ്. അതിന് കടുക്, കടലപ്പരിപ്പ്, ചുവന്ന മുളക് 3 എണ്ണം, കരുവേപ്പില, പാകത്തിന് ഉപ്പ്, അത്രേ ആവശ്യമുള്ളൂ. ഞാൻ പാൻ അടുപ്പത്ത് വെക്കാൻ പോണു. അതിലേക്ക് എണ്ണ, ഒരു 4 സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവട്ടെ. കടുക് 1 സ്പൂൺ, കടുക് പൊട്ടി അതിലേക്ക് കടലപ്പരിപ്പ് 1 സ്പൂൺ, ചെറിയ സ്പൂണിന് കളറും മാറി. അതിലേക്ക് വറമുളക് 3 എണ്ണം, കറിവേപ്പില 2 കൊത്ത്. കൊത്തുമ്പോൾ അതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വീതം 5 ഗ്ലാസ് വെള്ളം തിരിച്ചൊഴിക്കുക. പാകത്തിന് ഉപ്പിടുക. ഉപ്പ് പാകത്തിന് 2 ഗ്ലാസ് അരിക്ക്. ഇത് തിളക്കട്ടെ. തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് അരച്ചിട്ട് വരാം. അരി ഞാൻ അരയ്ക്കാൻ പോവാണ്. പാകത്തിന് മേലെ നിൽക്കണം വെള്ളം. അരയ്ക്കാൻ പോകണം. ശരിക്കും അരിഞ്ഞത് മതിയോ നോക്കണം. ഇങ്ങനെ അരിഞ്ഞാൽ മതി. ഇത്ര അരയാൻ പാടില്ല. ഞാൻ മിക്സിയിലുള്ള അരി അരച്ചത് പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ കടുക് വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഒഴിക്കുക. ഇനി ഇത് നന്നായിട്ട് വെള്ളം വറ്റണം. അപ്പോഴേക്കും അരിയൊക്കെ വെന്ത് കിട്ടും. ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ശരിക്കും ഉപ്മാവ് മാതിരി തന്നെയാണ് അത് ഉണ്ടാക്കുന്നത്. നമ്മൾ റവ ഉപ്മാവൊക്കെ ഉണ്ടാക്കണ മാതിരി തന്നെയാണ്. പക്ഷെ അത് ഉരുണ്ടയായിട്ട് കൊഴുക്കട്ടയാക്കും. അതിൽ നാളികേരം ചേർക്കണം അവസാനം. ഒരു നാളികേരം ചെറിയ വെച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് അരിക്ക്. ചോറിൻ്റെ അരിയാണ് ഇട്ടിരിക്കുന്നത്, അത് ഓർമ്മ വയ്ക്കണം. ഇനി ഇത് അടച്ച് വയ്ക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. മൂടി തുറന്ന് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ശരിയായിട്ടുണ്ട്. അരയ്ക്കാനും ചേർത്തിട്ടാണ് ഞാൻ 5 ഗ്ലാസ് വെള്ളം പറഞ്ഞത് കേട്ടോ. വെള്ളം ജാസ്തിയാകാൻ നോക്കണം. ഇനി ഇതിലേക്ക് നാളികേരം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ 1 സ്പൂൺ കൂടെ എണ്ണ ഒഴിക്കാം. കുറച്ചു നേരം കൂടി ഇരിക്കട്ടെ. ഒന്ന് മൂടി കൊടുക്കാം. മാവ് ഇതുമാതിരി ആയിരിക്കണം. അതിനുശേഷം നമുക്ക് ഇഡ്ഡലി പാത്രത്തിലെ വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. ഇനി അതിനെ ഉണ്ട പിടിക്കണം. ചെറുതായിട്ട് ഒരു മാവ് എടുത്തിട്ട് ഒരുപാട് ബലം പിടിക്കാൻ പാടില്ല. ഇത്രയും വരാൻ പാടില്ല.
ഇതാ ഞാൻ എന്താ അങ്ങനെ ഉണ്ട പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിനെ ആവിയിൽ വെക്കാം. മൂടി വെക്കാം. ഇതപ്പോ ഇഡ്ഡലി പാത്രം ഒന്ന് തുറന്നു നോക്കാം. വെന്തിട്ടുണ്ട്. അത് നമ്മൾ വെന്തതാണല്ലോ, അപ്പൊ അത് കാരണം ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. പുഴുക്കലരിയാണ് വേണ്ടത്. 5 ഗ്ലാസ് വെള്ളം മൊത്തം അരയ്ക്കാനും ചേർത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണോ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.